ഇന്ത്യയുടെ അഭിമാന പദ്ധതി ഗഗൻയാന്റെ ഭാഗമായുള്ള ആളില്ലാ ദൗത്യം ഡിസംബർ നടക്കും. 90% ജോലികളും പൂർത്തിയായെന്ന് ISRO. 2027 മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുമെന്നാണ് ISRO ചെയർമാൻ വി നാരായണൻ പറയുന്നത്. 3 ഘട്ടമായി ആളില്ലാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ മനുഷ്യനെ വഹിച്ചുള്ള ദൗത്യത്തിലേക്ക് കടക്കാനാവൂ. ഡിസംബറിൽ ആദ്യ ദൗത്യം പൂർത്തിയാക്കാനാണ് ISROയുടെ തയ്യാറെടുപ്പ്. ആദ്യ ആളില്ലാ ദൗത്യത്തിൽ വ്യോമമിത്ര എന്ന റോബോട്ടിനെ പേടകത്തിനൊപ്പം ബഹിരാകാശത്തേക്ക് അയക്കും. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. വി ആർ ഇൻ ദ ഫൈനൽ ഫേസ് ഓഫ് ടെസ്റ്റിംഗിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ റിവ്യൂ ചെയ്തിട്ടാണ് ആ മിഷൻ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ദിസ് ഇയർ എൻഡാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ചർ 30,000 കിലോഗ്രാം ലോയർ ഓർബിറ്റിൽ കൊണ്ടുവിടുന്ന കേപ്പബിലിറ്റിയാണ്. പിന്നൊരു റോക്കറ്റ് അതിൻ്റെ ഇംപ്രൂവ്ഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാരെ 3 കൊണ്ടുപോകണം. അങ്ങനെ ഒരു പ്രോഗ്രാം ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നമ്മൾക്ക് ഒരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോൺഫിഗറേഷൻ സ്റ്റഡിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഒരു 75,000 കിലോഗ്രാം ടു 80,000 കിലോഗ്രാം കൊണ്ടുപോകുന്ന രീതിയിൽ ഉള്ളതാണ് നമ്മൾ ഇപ്പം കോൺഫിഗർ ചെയ്തിട്ടിരിക്കുന്നത്. അത് ഓൺലി ഇൻ ദ കോൺഫിഗറേഷൻ ഫേസ്. ISROയെ സംബന്ധിച്ച് മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്ന റോക്കറ്റ് എന്നത് പുതിയതാണ്. സാങ്കേതിക വിദ്യക്കൊപ്പം തന്നെ യാത്രികന്റെ സുരക്ഷയും ഉറപ്പാക്കിയേ ദൗത്യമുണ്ടാകൂ. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.